താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ പഞ്ചായത്ത് 1-ാം വാർഡ് തുറവുങ്കര റോഡ് തകർന്ന നിലയിൽ. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കുഴിച്ച കുഴികളാണ് അപകടത്തിലായത്. പല സ്ഥലങ്ങളിലും റോഡുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ് വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന സ്ഥലമാണിത്. വാട്ടർ അതോറിറ്റിയുടെ പണി തുടങ്ങിയതോടെ അതിരൂക്ഷമായ പൊടിശല്യവും നേരിടേണ്ട സാഹചര്യമാണ് ഇവിടുത്തുകാർക്ക്. അങ്കമാലി മുതൽ ചെങ്ങൽ വരെ ഈ പദ്ധതി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം MLA അൻവർ സാദത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ജനകീയ സാംസ്കാരിക സമിതി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജു വെള്ളിമുറ്റം, സുകുമാരൻ അവളങ്കോട്, ബിനോജ് മലയാറ്റൂർ, ഷാജി ആലുവ, അശോകൻ കുമാർ അത്താണി, അമ്പാടി അങ്കമാലി എന്നിവർ അറിയിച്ചു. നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡായ തുറവുങ്കരയിൽ നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ്. എയർപോർട്ട് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ, അതോടെ തന്നെ ഒരുപാട് ജോലിക്ക് പോകുന്ന ആളുകളും ഇവിടെ അപകടത്തിൽ പെട്ട് പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള അധികാരികളാരും ഇതിനെതിരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിന് അതിശക്തമായ പ്രക്ഷോഭവുമായി ജനകീയ സാംസ്കാരിക സമിതി മുന്നോട്ട്. ഇത് ഒരു സൂചനയാണ്. ഈ സൂചന കണ്ട് അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ വീടുകളുടെ ഭാഗത്തും ഈ പൈപ്പിട്ട് പോകുന്ന ഭാഗങ്ങളിൽ കൃത്യമായുള്ളൊരു അജണ്ട അവർ നടപ്പിലാക്കുന്നില്ല. അവിടെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റി അങ്കമാലിയുടെ അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ഇവിടെ കാഞ്ഞൂര് പന്തക്കമ്പലത്തിൻ്റെ ഭാഗം വരെ വരുന്നതാണ് ഇവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പല സ്ഥലങ്ങളായിട്ടും ഇവർ കുഴിച്ച് ഉള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉടനെ തന്നെ ഉണ്ടാവണം. ഇതില്ലെങ്കിൽ അതിനുള്ള പ്രക്ഷോഭം ഉണ്ടാവും.